നമുക്കൊരു കിടിലൻ ഇഫ്താർ സ്നാക്ക് ഉണ്ടാക്കിയാലോ? വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി സ്നാക്കാണിത്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഗോൾഡ് കോയിൻ എന്നാണ് ഇതിൻ്റെ പേര്. കോയിൻ്റെ ഷേപ്പിലുള്ളത് കൊണ്ടാണ് ഗോൾഡ് കോയിൻ എന്ന് പേര് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഗോൾഡ് കോയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബ്രെഡ് കൊണ്ടാണ് കേട്ടോ നമ്മൾ കോയിൻ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു അടപ്പ് വെച്ചിട്ട് നമ്മളിത് റൗണ്ട് ഫിഗറിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു ബ്രെഡിൽ നിന്ന് ഒരു കോയിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എത്ര കോയിനാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ബ്രെഡ് എടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കെല്ലാം ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. പിന്നെയും കട്ട് ചെയ്ത് മാറ്റുന്ന പോർഷൻ നമുക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് പൊടിച്ചിട്ട് ഇനി ഇതിലേക്ക് തന്നെ ചേർക്കണം. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം ഇതുപോലെ കോയിൻ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 250 ഗ്രാം ചിക്കന്, ബോൺലെസ് ചിക്കനാണ്, മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ചിക്കന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബീഫ് വെച്ച് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ എഗ്ഗ് വെച്ച് ചെയ്യാം. പിന്നെ വെജിറ്റബിൾസ് വെച്ചിട്ടും നമുക്ക് ഫില്ലിങ്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ചിക്കൻ വേവിക്കാതെയാണ് കേട്ടോ നമ്മൾ അരച്ചെടുക്കേണ്ടത്. ബീഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേവിച്ചിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ അരച്ചെടുത്തിട്ടുള്ള ചിക്കന് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ 2 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ചേർക്കാനുള്ളത് മല്ലിയിലയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് കുരുമുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ചിക്കൻ കറി മസാല 1/2 ടീസ്പൂണും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂൺ ബ്രെഡ് പൊടിച്ചത് ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ചേർക്കാം. അപ്പോൾ നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എന്താണെങ്കിലും ഇപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 6 ടേബിൾ സ്പൂൺ ബ്രെഡ് പൊടിച്ചതാണ് ചേർത്തിട്ടുള്ളത്. നമ്മൾ അരികുവശം കട്ട് ചെയ്ത് മാറ്റിയ ബ്രെഡ് പൊടിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഇതൊരു ബോളിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് പരത്തിയാൽ മതി. ബ്രെഡിൻ്റെ അതേ ഷേപ്പിലൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ നല്ല കട്ടിയിൽ പരത്തിയെടുക്കരുത് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേവാൻ ബുദ്ധിമുട്ട് വരും. കാരണം നമ്മൾ ചിക്കൻ വേവിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഒരു 1/4 ഇഞ്ച് കനത്തിൽ പരത്തിയെടുത്താൽ മതി. അപ്പോൾ എല്ലാം നമുക്കിതുപോലെ ബ്രെഡിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് ഞാൻ എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതൊന്ന് എഗ് വാഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബ്രഷ് നമ്മൾ അതിലൊന്ന് മുക്കിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളതിന്മേ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക. മുട്ടയുടെ വെള്ളം മാത്രം ബീറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്താലും മതി. ഞാനിപ്പോൾ 2 എടുത്തു എന്നേ ഉള്ളൂ. എന്നിട്ട് മഞ്ഞയുടെ പോർഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ഫില്ലിങ്സിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രെഡിൻ്റെ വശം വേണം നമ്മൾ ആദ്യം ഫ്രൈ ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്യണം. ബ്രെഡൊക്കെ ആയതുകൊണ്ട് അല്ലെങ്കിൽ എണ്ണ കുടിക്കും. അപ്പോൾ ബ്രെഡ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുമ്പോൾ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലിടണം കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടാണ് പിന്നെ ഫ്രൈ ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ ചിക്കൻ ഫ്രൈ ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ അരച്ചെടുത്തുകൊണ്ട് തന്നെ ചിക്കൻ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അധികം വേവേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പിന്നെ ഇത് ഷാലോ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി എണ്ണ കുടിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇതിപ്പോൾ 2 വശവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ചിക്കനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഗോൾഡ് കോയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. ഒരു വെറൈറ്റി സ്നാക്ക് തന്നെയാണിത്. നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിഡിലൻ സ്നാക്ക്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്